സംസ്ഥാനത്ത് പനി ബാധിച്ച് മരിച്ചവരുടെ എണ്ണത്തിൽ വർധന. ഒരു മാസത്തിനിടെ 46 പനിമരണമാണ് റിപ്പോർട്ട് ചെയ്തത്. എലിപ്പനി ബാധിച്ച് 28 പേരാണ് മരിച്ചത്. MG പ്രതീഷ് ഉണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഈ പനിമരണം കൂടുന്നത് ആശങ്കയാവുന്നുണ്ടല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ പ്രതീഷ്? ഉന്മേഷ, സംസ്ഥാനത്ത് പകർച്ചപ്പനി പിടിമുറുക്കുകയാണ്. പ്രതിദിനം പനി ബാധിച്ച് ചികിത്സ തേടുന്ന രോഗികളുടെ എണ്ണത്തിൽ ഉൾപ്പെടെ വലിയ വർധനവാണ്. പക്ഷേ ആശങ്കപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യം പനി ബാധിച്ച മരിക്കുന്നവരുടെ എണ്ണത്തിലും വർധനവ് ഉണ്ടാകുന്നുവെന്നതാണ്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ, അതായത് ഈ മാസം 28-ാം തീയതി ആയതേ ഉള്ളൂ, ഒരു മാസത്തിനിടെ 46 പേർ പനി ബാധിച്ച് മരിച്ചു എന്നതാണ് ആരോഗ്യവകുപ്പിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ മരണമുണ്ടായിട്ടുള്ളത് എലിപ്പനി ബാധിച്ചാണ്. 28 പേർ എലിപ്പനി ബാധിച്ച് മരിച്ചു, 3 പേർ ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചു എന്നതാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ. ഇൻഫ്ലുവൻസ ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 10 ആണ്. ഒപ്പം മറ്റ് രോഗങ്ങൾ ഉൾപ്പെടെ പനിക്ക് സമാനമായ രോഗങ്ങൾ ഉൾപ്പെടെ പിടിമുറുക്കുന്നുണ്ട്. ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കാര്യം അമീബിക് മസ്തിഷ്ക ജ്വരമാണ്. കോഴിക്കോട് ഉൾപ്പെടെ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ തിരുവനന്തപുരത്തും പനി ബാധിച്ച് മരിച്ച ഒരാൾക്ക് അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്നാണ് ആരോഗ്യവകുപ്പ് സംശയിക്കുന്നത്. ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടെ 14 കേസുകൾ അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് സംശയിക്കുന്നുണ്ട്. ഇതിൽ 3 കേസുകൾ അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒപ്പം 3 മരണങ്ങൾക്ക് കാരണവും അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന സംശയം ആരോഗ്യവകുപ്പിനുണ്ട്. അത് വൈകാതെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ളൊരു സ്ഥിരീകരണം ഉണ്ടാകും. ആരോഗ്യവകുപ്പ് പ്രത്യേക ഒരു ജാഗ്രതാ നിർദ്ദേശം ഈ കേസുകളിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ജലാശയങ്ങളിൽ മലിനജലത്തിൽ ഇറങ്ങുന്നത് ഒഴിവാക്കണമെന്നതാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. മലിനജലത്തിലൂടെയാണ് ഈ മസ്തിഷ്ക ജ്വരം പടരാനുള്ള സാധ്യതയുള്ളത്. രോഗം പിടിപെട്ടാൽ അത് മരണം നിരക്കും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേക ജാഗ്രത ഇക്കാര്യത്തിൽ പാലിക്കണം. ഒപ്പം ഏതെങ്കിലും തരത്തിൽ പനി ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ സ്വയം ചികിത്സ ഒഴിവാക്കി ആശുപത്രിയിൽ ചികിത്സ തേടണമെന്ന നിർദ്ദേശം കൂടിയാണ് ആരോഗ്യവകുപ്പ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ കാര്യം കൂടി ഉണ്ടല്ലോ, അത് നിലവിൽ വടക്കൻ ജില്ലകളിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നിലവിലെ സാഹചര്യം എങ്ങനെയാണ് ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നത്? ഈ മരിച്ച 3 പേർക്ക് മസ്തിഷ്ക ജ്വരം എന്നാണല്ലോ ഈ കണക്കുകൾ പ്രതീക്ഷ. ഉന്മേഷ, തീർച്ചയായും. കാരണം ആശങ്കപ്പെടുത്തുന്നതാണ്. നേരത്തെ തെക്കൻ ജില്ലകളിലായിരുന്നു അമീബിക് മസ്തിഷ്ക ജ്വരം കൂടുതലായി സ്ഥിരീകരിച്ചിരുന്നത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോഴിക്കോട് ജില്ലയിലും അതിൻ്റെ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. നേരത്തെ മരിച്ച ഒരാൾക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരുന്നു. ഇതിൽ പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് ആരോഗ്യവകുപ്പ് നൽകുന്നത് ഈ ജലാശയങ്ങളിൽ ഇറങ്ങുന്നത്, തല മുങ്ങിക്കുളിക്കുന്നത് ഒഴിവാക്കണമെന്ന നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത്. പലപ്പോഴും ജലാശയങ്ങളിൽ നിന്ന് ഈ രോഗം തലച്ചോറിലേക്ക് അല്ലെങ്കിൽ രോഗാണു തലച്ചോറിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതയാണ് ഉണ്ടാകുന്നത്. മാത്രമല്ല, ഈ രോഗാണു ശരീരത്തിനുള്ളിൽ പ്രവേശിച്ചാൽ അത് രോഗലക്ഷണങ്ങൾ പ്രകടമാക്കുന്നതിൽ ചിലപ്പോൾ കാലതാമസം ഉണ്ടാകാം. പക്ഷേ അത് പെട്ടെന്ന് തന്നെ ഗുരുതരമാകാനുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് അത്തരത്തിലൊരു മുൻകരുതൽ നടപടികളാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടവും എടുക്കുന്നത്. തിരുവനന്തപുരത്തും ഒരു കേസ് റിപ്പോർട്ട് ചെയ്തതിൽ മസ്തിഷ്ക ജ്വരമാണെന്ന് ആരോഗ്യവകുപ്പ് സംശയിക്കുന്നു. ഇന്നലെ ആരോഗ്യവകുപ്പ് അധികൃതർ തിരുവനന്തപുരം ബാലരാമപുരത്തെ ഈ ജലാശയങ്ങൾ ഉൾപ്പെടെ പരിശോധന നടത്തി സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ സമാനമായ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടണമെന്നതാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. മെഡിക്കൽ കോളേജിൽ ഒരാഴ്ചയായി ചികിത്സയിലായിരുന്ന ബാലരാമപുരം സ്വദേശി അനിൽകുമാർ ആയിരുന്നു ഇന്നലെ മരിച്ചത്. പക്ഷേ അദ്ദേഹം ഈ ജലാശയങ്ങളിൽ നിന്നൊന്നും തന്നെ ഇറങ്ങിയിട്ടില്ല എന്നതാണ് കുടുംബം ഉൾപ്പെടെ പറയുന്ന കാര്യം. പക്ഷേ ഈ മരണകാരണം സംബന്ധിച്ച് ആരോഗ്യവകുപ്പിനും ചില ആശങ്കകൾ, സംശയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് ദൂരീകരിക്കുന്നതിനുള്ള പരിശോധനകൾ ആരോഗ്യവകുപ്പും നടത്തുന്നത്. കോഴിക്കോട് ജില്ലയിലും അതീവ ജാഗ്രതാ നിർദ്ദേശം ആരോഗ്യവകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ജലാശയങ്ങൾ ഉൾപ്പെടെ പരിശോധന നടത്തുകയും സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ രോഗം സ്ഥിരീകരിച്ചാൽ പെട്ടെന്ന് തന്നെ ഈ രോഗി ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യമാണ് ഈ മസ്തിഷ്ക ജ്വര കേസുകളിലുള്ളത്. അതുകൊണ്ടാണ് ഒരു പ്രത്യേക ജാഗ്രത അമീബിക് മസ്തിഷ്ക ജ്വര കേസുകളിൽ വേണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. ഉന്മേഷ, ശരി. MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.